അമേരിക്ക ബംഗ്ലാദേശിന് പന്നിക്കാട്ടം കൊടുത്തു എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. സത്യമാണോ? സത്യമാണ്. പന്നിക്കാഷ്ടം പാക്കറ്റിലാക്കി നേരിട്ട് കൊടുത്തു എന്നല്ല, പന്നിക്കാഷ്ടം ഇട്ട് വളർത്തിയ ചോളം കൊടുത്തു എന്നുള്ളതാണ്. ബംഗ്ലാദേശ് പട്ടിണിയും പരിവട്ടമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ അടുത്ത് ഇപ്പോഴും 50,000 ടൺ ഗോതമ്പ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഗോതമ്പ് കൊടുക്കുക, ഒരു വ്യാപാര കരാർ ഒപ്പിട്ടല്ലോ. വ്യാപാര കരാർ ഒപ്പിട്ട് അവിടെ ചെന്ന് അമേരിക്കയുടെ ട്രംപിൻ്റെ കാല് പിടിച്ചിട്ട് യൂനുസ് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ല, ഈ 35% താരിഫ് ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞ അവസാനം അമേരിക്ക അത് 20% ആക്കി കൊടുത്തു. ഈ പറഞ്ഞ ഉപകാരസ്മരണയും കൂടെ ഉണ്ടല്ലോ അവിടുത്തെ ഭരണം വട്ടിമറിച്ചതിലും ഒക്കെയുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഭക്ഷ്യ വ്യാപാരത്തിന് കൂടെ ഇവർ വലിയ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ചോളം ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇത് കയറ്റി അയക്കാൻ തീരുമാനിച്ചതോടുകൂടി വലിയ വിവാദവും ഉണ്ടായി. ബംഗ്ലാദേശിലെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസവും വിമർശനങ്ങളും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭവും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് US ധാക്കയിലെ US എംബസിയാണ് ഈ ഭക്ഷ്യധാന്യം അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്, ചോളം ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യ വ്യാപാര സഹകരണത്തിനെ ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ചോളം ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ എംബസി വഴി ഇറക്കുമതി ചെയ്യുന്ന ചോളത്തിൽ പന്നിക്കാഷ്ടം ഇട്ട് വളർത്തിയതെന്നാണ് പറയുന്നത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന മീറ്റിലൊന്നാണ് പന്നി ഇറച്ചി. പോർക്ക് മീറ്റാണ് അമേരിക്കയിൽ സർവ്വസാധാരണമാണ്. ഏത് ഹോട്ടലിൽ ചെന്നാലും ഇവിടെ പന്നി മാംസം കാണും. പന്നി മാംസം വിളമ്പാത്ത അമേരിക്കൻ റെസ്റ്റോറൻറ്റുകൾ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ പോർക്ക് എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രിസ്ത്യൻ മേഖലകളിൽ കൂടുതലും പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പന്നിയെ വെട്ടുന്ന സ്ഥലങ്ങൾ കാണും. അവർക്ക് പന്നി മാംസം വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഈ കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമുള്ള സാധനമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ബേക്കറി ഉൽപ്പന്നങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ബേക്കറി ഉൽപ്പന്നങ്ങളിൽ മൃഗക്കൊഴുപ്പ് ചേർക്കും പല വസ്തുക്കളിലും. അതിലേറ്റവും പ്രധാനമായി ചേർക്കുന്ന മൃഗക്കൊഴുപ്പാണ് പന്നിയുടെ കൊഴുപ്പ്. അത് വളരെ ഇതായിട്ട് വിലക്കുറവിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവൈലബിളുമാണ്, ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതുമാണ്. ഈ പറയുന്ന പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ചപ്പോൾ ഈ പിസകൾക്കെതിരെയൊക്കെ വലിയ ക്യാമ്പയിൻ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പിസ കഴിക്കരുത്, ഈ വലിയ പിസ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പ്രത്യേകതരം ചിക്കൻ ഒക്കെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. അവിടുത്തെ ബർഗർ, പിസ്സ അത് തുടങ്ങിയവ കഴിക്കരുത്, ഇതിനകത്ത് പന്നിയുടെ കൊഴുപ്പ് ചേരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് അതിൻ്റെ ശാസ്ത്രീയതയോ വശമോ ഒന്നും അറിയില്ല. എന്തായാലും കൊഴുപ്പ് ചേരുന്നുണ്ട്, അതിൽ ചേരുന്ന കൊഴുപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പന്നി കൊഴുപ്പ് ചേർത്തിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനൊക്കെ ഇസ്ലാമിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്തായാലും ശരി തന്നെ, അമേരിക്കയിൽ പന്നി ഫാമുകൾ വളരെയധികമുണ്ട്, വളരെയധികം ഇതിനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ഒരുപാട് പന്നി ഫാമുകളുണ്ട്. ഈ പന്നിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്ക് വേസ്റ്റാണ് ആഹാരമായിട്ട് കൊടുക്കുന്നത്. അതായത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഹോട്ടലിൽ നിന്നുള്ള ഇത് ഈ പറയുന്ന ആഹാര അവശിഷ്ടങ്ങളും ഒക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഇലകൾ അത് ഇതൊക്കെ എല്ലാം കഴിക്കും, പന്നി കഴിക്കും, അങ്ങനത്തെ ഒരു ജീവിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കാഷ്ടമുണ്ട്, ഇതിൻ്റെ വേസ്റ്റ്. ആ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളമാണ്, വളരെയധികം കൃഷിക്ക് ഉപയോഗിക്കുന്ന വളമാണ്. നമ്മൾ ഈ പറയുന്ന ചാണകം ഉപയോഗിക്കുന്നത് പോലെ തന്നെ പന്നിയുടെ കാഷ്ടവും വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് ടാങ്കുകളിൽ നിറയുമ്പോൾ ഇവരതിനെ പമ്പ് ചെയ്ത് ഈ ചോളത്തിൻ്റെ പാടങ്ങളിലേക്ക് ഇവർ പമ്പ് ചെയ്തിറക്കും. അത് ചെന്നിട്ടാണ് വളമായിട്ട് മാറി ചോളം വിളയുന്നത്, ചോളം വളരുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കും. നമ്മളും ഇന്ത്യയിലും ചോളം വലിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ട്, ചോളം, ഗോതമ്പ് ഒക്കെ. അപ്പം നമ്മളും ഇതുപോലത്തെ വളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൂടുതലും പശുവിൻ്റെ ചാണകവും അതുപോലുള്ള കാര്യങ്ങളും അതിൻ്റെ സ്ലറിയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇതുണ്ടല്ലോ, ഗോമൂത്രവുമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയുള്ള സ്ലറിയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയും പന്നി ഫാമുകളുണ്ട്. പന്നി ഫാമിൽ നിന്നുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് കൃഷിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വലിയ തോട്ടങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വലിയ പ്രശ്നമായി, വിമർശനമായി മാറിയിരിക്കുന്നു ബംഗ്ലാദേശിൽ ഈ വളമിട്ട പന്നിയുടെ വേസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചോളമാണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന, ഇന്ത്യയിൽ നിന്ന് ഗോതമ്പ് കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ കൊടുക്കാനുള്ള സാധ്യതയില്ല, കാരണം ഇവരുടെ കയ്യിരിപ്പ് അത്രയ്ക്ക് മോശമായതുകൊണ്ട്. നിലവിൽ ഈ പറയുന്ന പരിഹാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ബംഗ്ലാദേശിന് അമേരിക്ക ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ പരിഹാസങ്ങളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രംപിനെ ഇങ്ങനെ പ്രീണിപ്പിച്ച് ഇതാക്കി നിർത്തിയതിന് ബംഗ്ലാദേശിന് കിട്ടിയത് പന്നിക്കാട്ട വിട്ട ചോളമാണെന്നും
പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗാസയിലേക്ക് പട്ടാളത്തെ അയക്കാനുള്ള അവസരമാണ് പാകിസ്ഥാന് കിട്ടിയതെന്നൊക്കെയാണ് വിമർശനമായിട്ട് പറയുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട് ഇവിടെ ഗാസയുടെ പരിസരത്ത് അങ്ങനെ ഏതെങ്കിലും പാകിസ്ഥാൻ പട്ടാളക്കാരെ കാല് കുത്തി അവിടെ കാല് വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും അമേരിക്കയുമായി ഏകദേശം $6 ബില്യൺ വ്യാപാര കമ്മിയാണ് ബംഗ്ലാദേശിനുള്ളത് എന്നുള്ളതാണ്. 37% താരിഫ് ഉണ്ടായിരുന്നതാണ് കാല് പിടിച്ച് അവസാനം 20% വന്നു. 80% ബംഗ്ലാദേശിൻ്റെ ഈ പറയുന്ന കോട്ടൺ, ഗാർമെൻറ്റ്, ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ അമേരിക്കയുടെ താരിഫ് ഉണ്ടായിരുന്നു. അതാണ് അവസാനം 80% മേഖലകളിലും എല്ലാ മേഖലകളിലും താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ട്രംപുമായിട്ട് സംസാരിച്ച് പോയിട്ട് 20% ഈ താരിഫ് കുറച്ചത്. താരിഫ് കുറച്ചതിന് ശേഷവും ഗോതമ്പ്, ധാന്യം, സോയാബീൻ എന്നിങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ചോളവും ഇറക്കുമതി ചെയ്യാനായിട്ട് ബംഗ്ലാദേശ് തീരുമാനിച്ചതെന്ന് പറഞ്ഞത്. 2,20,000 മെട്രിക് ടൺ US ഗോതമ്പ് ബംഗ്ലാദേശ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അവർ ഈ പറയുന്ന നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. ഈ നടപടികളെല്ലാം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ചോളവും ഇറക്കുമതി ചെയ്യുന്നത്. നമുക്ക് ചോളം തരാം, അമേരിക്ക പറയുന്നുണ്ട് സോയാബീൻ, ചോളം ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നു. നമ്മുടെ അവിടെ നിന്ന് ഇവിടെ നമുക്ക് കെട്ടിക്കിടക്കുന്ന സാധനമാണ്. ഇന്ത്യയിൽ ഇട്ട് മൂടാനുള്ള അത്രയും ഗോതമ്പ് നമ്മളിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പിന്നെ നിൻ്റെ ഗോതമ്പ് നമുക്ക് വേണ്ട എന്ന് നമ്മൾ പറയുകയും ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ അമേരിക്കയായിട്ട് അതുകൊണ്ടാണ് വ്യാപാര കരാറിലൊന്നും ഒപ്പിടാത്തത്. ഡയറി പ്രോഡക്ട്സും അവർ ഇങ്ങോട്ട് കൊണ്ടിറക്കാമെന്ന് പറഞ്ഞു. നമുക്ക് എന്തിനാ ഡയറി പ്രോഡക്ട്സ്? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് നിലവിൽ ഇഷ്ടംപോലെ ഡയറി പ്രോഡക്ട്സ് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അമൂലൊക്കെ അറിയാമല്ലോ, അമൂലിൻ്റെ കേരളത്തിൻ്റെ സ്വന്തമായിട്ട് മിൽമയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഈ പറയുന്ന പശു ഫാമുകൾ ഇന്ത്യയിലുണ്ട്. പശുക്കൾ സുലഭമായ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ പാൽ ഉൽപ്പാദനത്തിനും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും യാതൊരു ക്ഷാമവും ഇന്ത്യയിലില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും സമ്പന്നമായിട്ടുള്ള ഒരു കാർഷിക മേഖല നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ കാര്യത്തിനകത്ത് പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് അമേരിക്കയുടെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കരാർ ഒപ്പിടാത്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന് വെള്ളം പോലും ഇനിയിപ്പം ഇന്ത്യ കനിഞ്ഞില്ലെങ്കിൽ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരുന്ന അവസ്ഥയുണ്ട്. ഈ പറയുന്ന സിന്ധു നദീജലം എങ്ങനെയാണോ തടസ്സപ്പെടുത്താൻ ഇന്ത്യ പോകുന്നത്, അതുപോലെ തന്നെ ഗംഗാജലവും അങ്ങോട്ടേക്ക് ഒഴുക്കുന്നതിന് കരാർ നമ്മളിപ്പോൾ ഉടനെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് 30 വർഷത്തെ കാലാവധി കഴിഞ്ഞ് അപ്പോൾ റദ്ദാവുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിന് ഒരു നിവർത്തിയുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് അവർ ഈ ചോളം കൊടുക്കാമെന്ന്. ആ ചോളമാണെങ്കിൽ ഈ പന്നിക്കാട്ടം ഇട്ടതും എന്തൊരു ഗതികേടാണല്ലേ. അവന്മാർക്കടങ്ങി കഴിക്കാതിരിക്കാനും പറ്റില്ല, കഴിക്കാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പന്നി ഹറാമാണ്. മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ്. പന്നിയുടെ മീറ്റ് ഉപയോഗിക്കില്ല, പന്നിയെ കാണുന്നത് പോലും ഇഷ്ടമല്ല, പന്നിയെ കൊല്ലണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. പന്നി, അട്ട, പട്ടി ഇത് 3 അവർക്ക് ഹറാമായിട്ടുള്ള ജീവികളാണ്. ഈ ജീവികളെയൊക്കെ അടിച്ച് കൊല്ലണമെന്നോ ഓടിക്കണമെന്നോ ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുമുണ്ട്, അതായത് ഈ ജീവികളെ തൊട്ട് കഴിഞ്ഞാൽ 7 തവണ മണ്ണിട്ട് കുളിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ, 7 തവണ കുളിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആചാരവും അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊന്നും കണ്ടുകൂടെ. എനിക്ക് തോന്നുന്നത് നബിക്ക് ഇഷ്ടമല്ലാത്തിരുന്ന ജീവികളായിരിക്കും ഇതൊക്കെയാണ്. എന്തായാലും ഇസ്ലാമിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് പശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഹിന്ദു മതത്തിൻ്റെ പവിത്രമാണത്. പവിത്രമായ ഒരു ജീവിയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു, ഇപ്പോഴുമാണ്. നമുക്ക് വളരെയേറെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ പവിത്രമായിട്ട് കാണുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഗോ എന്ന് പറയുന്നത് അത്ര വലിയ വിശുദ്ധമായിട്ടൊരു ഇതായിട്ടാണ്. പക്ഷേ ഇവർക്ക് വിശുദ്ധമല്ല. പന്നി ഇഷ്ടമല്ലാത്ത ജീവിയാണ്, വൃത്തികെട്ട ജീവിയാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജീവി ആയതുകൊണ്ടാണ് അവരതിനെ കഴിക്കാത്ത. എനിക്ക് തോന്നുന്നു മരുഭൂമിയിൽ പന്നി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ലായിരിക്കും. അവിടെ കുതിരയും ഒട്ടകവും ഒക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പന്നി ഇറച്ചി ഹറാമായിട്ടുള്ള, ഇല്ലെങ്കിൽ പന്നി കഴിക്കാൻ പാടില്ലാത്ത മുസ്ലിങ്ങൾക്ക് പന്നിയുടെ കാഷ്ടമിട്ട ആഹാരം കൊണ്ട് അമേരിക്ക കൊടുക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയെല്ലാം കളിച്ച് അവിടെ അങ്ങനെ ഗതികെട്ട് അവിടെ കലാപമൊക്കെ നടത്തി അവിടെ നല്ലൊരു ഭരണകൂടം ഉണ്ടായിരുന്നതിനെയൊക്കെ പുറത്താക്കിയ അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും അവന്മാർ പന്നിക്കാട്ടം ഇട്ട ചോളം തിന്നട്ടെ, അത് തിന്നേണ്ട ഗതികേടിലാണ്. കാരണം അമേരിക്കയുടെ കാലിൻ്റെ കീഴിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലും വലുത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ
അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.